ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. നൂർജഹാൻ പറയുക, എന്താ ബാപ്പിച്ചി ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ബാപ്പിച്ചിയുടെ മോള് എൻട്രൻസ് പാസ്സായെന്ന്. സുബേർ പറയുക, എനിക്കറിയാമായിരുന്നു എൻ്റെ മോള് പാസ്സാകുമെന്ന്. ബാപ്പിച്ചി, ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ, ഇതെൻ്റെ കോളേജിൽ പഠിച്ച ആളാ. എന്നെ കൊണ്ടുവന്ന് ആക്കാൻ വന്നതാ. പേര് അനൂപ്. സുബേർ അനൂപിനെ നോക്കുന്നുണ്ട്. സുബേറിന് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. സുബേർ ചോദിക്കുന്നത്, മോള് നസീറിനെ കണ്ടായിരുന്നോ? അവൻ വിളിച്ചിട്ട് മോള് ചെന്നില്ലെന്ന് പറഞ്ഞ് എൻ്റെ ബാപ്പിച്ചി വഴി തടഞ്ഞു നിർത്തിയിട്ട് എന്നോട് വഴക്കിടുമായിരുന്നു. നടു റോഡാണെന്ന് പോലും നോക്കാതെ ഓരോന്ന് വിളിച്ച് പറഞ്ഞത്. സുബേർ അനൂപിനെ നോക്കിയിട്ട് ഒരക്ഷരം പോലും മിണ്ടാതെ റൂമിലോട്ടങ്ങ് കയറിപ്പോവാണ്. നൂർജഹാൻ അനൂപിനെ ചായ കുടിക്കാൻ ക്ഷണിക്കുന്നുണ്ട്. വേണ്ടാന്ന് അനൂപും പറയുന്നു. നൂർജഹാൻ അത് സമ്മതിക്കുന്നില്ല. നൂർജഹാൻ വന്ന് സുബേറിനോട് ചോദിക്കുന്നു, എന്താ ബാപ്പിച്ചി അനൂപിനോടൊന്നും മിണ്ടാഞ്ഞത്? പെട്ടെന്ന് സുബേർ അങ്ങ് എഴുന്നേക്കുവാണ്. ബാപ്പിച്ചി അവിടെ നിന്നെ, പറഞ്ഞിട്ട് പോയാൽ മതി. മോളെ നസീർ വന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ അവൻ ചുമ്മാതെ പറയുന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ ബാപ്പിച്ചിക്ക് ചെറിയൊരു പേടി തട്ടി. അതിലെന്തെങ്കിലും ഒരു സത്യമുണ്ടോ എന്നൊരു സംശയം. ഞാൻ നിനക്ക് ആവശ്യത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് എന്ന് വെച്ച് ഞാനൊരു പുരോഗമനവാദിയൊന്നുമല്ല. സ്വന്തക്കാരെയും ബന്ധക്കാരെയും വെറുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും പറ്റില്ല. നിന്റെ മനസ്സിനകത്ത് ഒരു ഫ്രണ്ടിൽ കൂടുതൽ എന്തെങ്കിലും ഒരു ഇഷ്ടം ആ പയ്യനോടുണ്ടെങ്കിൽ അതിന് ബാപ്പിച്ചിക്ക് സഹായിക്കാൻ പറ്റുമെന്നും തോന്നുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് മോക്കറിയാലോ. അത്തരം ഒരു ചട്ടക്കൂട്ടിനകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ബാപ്പിച്ചി, അത് ഞങ്ങൾ തമ്മില വേണ്ട. മോളിനി ഒന്നും പറയണ്ട. നിങ്ങൾ തമ്മിൽ ഒന്നുമില്ലെന്ന് എൻ്റെ മനസ്സിനോട് ഞാൻ പറഞ്ഞിട്ട് മുന്നോട്ട് പോകാനേ എനിക്ക് പറ്റൂ. ഇതിന് മറിച്ചൊന്നും മോള് പറയുകയും വേണ്ട, ബാപ്പിച്ചിക്ക് കേൾക്കുകയും വേണ്ട. മോള് വളർന്നു വന്ന സാഹചര്യവും ഈ ചുരുങ്ങിയ കാലയളവിൽ ജീവിച്ചതും അങ്ങനെയുള്ള അനുഭവങ്ങൾ മാത്രമേ മോക്കറിയാവൂ. ബാപ്പച്ചി പക്ഷേ അങ്ങനെയല്ല. എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ബാപ്പച്ചി മോളോട് പറയുക, മോടെ ബാപ്പച്ചിയെ മോള് വയ്യാതാക്കി കളയരുത്, തകർത്ത് കളയരുതെന്ന് നൂർജഹാനും സുബേറും സംസാരിക്കുന്നതൊക്കെ അനൂപ് വാതക്ക് നിന്ന് കേൾക്കുമായിരുന്നു. അത് കേട്ടിട്ട് അനൂപ് ഉടനെ തന്നെ അവൻ്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തങ്ങ് പോവുകയാണ്. നമ്മുടെ രാഘവേട്ടൻ ഇങ്ങനെ പിണങ്ങി വാതക്കൽ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ ഇരിക്കുവാണ്. സത്യമ്മ പറയുക, രാഘവേട്ട, അന്നേരത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയതാ. പിണങ്ങല്ലേ, ആ കാശ് പോയതിൻ്റെ സങ്കടത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ. രാഘവേട്ടനെ സങ്കടമായി കാണുമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. എനിക്കങ്ങനെ വലിയ സങ്കടമൊന്നും തോന്നിയില്ല ഫാമേ. കാരണമേ, ഫാമ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറ്റപ്പെടുത്തലും പരിഭവം പറച്ചിലും ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു ഓളത്തിൽ അതും അങ്ങ് പോയി. എന്നാലും ചില വാക്കുകളൊക്കെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തട്ടി ഇങ്ങനെ എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ട്. പിന്നെ സംഭവിച്ചു പോയ തെറ്റിൻ്റെ ആഴം അതെന്നെ വേദനിപ്പിക്കുന്നുമുണ്ട്. പോയത് പോയി രാഘവേട്ട, ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. രാഘവേട്ടനെ അറിയാവോ, ഒരുപാട് കഷ്ടപ്പെട്ട ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാ കാര്യങ്ങൾക്കും പണം വേണം. ആ പണം ആ രാഘവേട്ടൻ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ എങ്ങനെ എനിക്ക് സങ്കടം വരാതിരിക്കും? എന്നാലും രാഘവേട്ട, ആ പണം പിന്നെ എങ്ങോട്ട് പോയി? രാഘവേട്ടൻ ശരിക്കൊന്ന് ഓർത്ത് നോക്കിക്കേ. ആർക്കെങ്കിലും കൊടുത്തായിരുന്നോ, അതോ ആരെങ്കിലും മേടിച്ചായിരുന്നോ? ഫാമ എൻ്റെ കയ്യിൽ പൈസ തന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അതെവിടാ വെച്ചതെന്നുള്ള ഓർക്കുമ്പോൾ മൊത്തത്തിലൊരു ഇരുട്ട് പോലെ തോന്നുന്നത്. എന്നാലും ഞാനൊന്ന് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് ഓർത്ത് നോക്കട്ടെ ഫാമേ. ചിലപ്പോൾ എനിക്ക് ഓർമ്മ വന്നാലോ. അത് രാഘവേട്ട, വിഷ്ണു ഇങ്ങോട്ട് വന്നിട്ടുമില്ല. അവനും ആരും ആ പണമൊട്ട് കണ്ടിട്ടുമില്ല. പൊന്നി ആ സമയത്ത് അങ്ങോട്ട് വരുന്നുണ്ട്. പൊന്നി പറയുക, ശാന്തേച്ചി 2 ദിവസം കൊണ്ട് പറയുന്നുണ്ടായിരുന്നു ഏതോ ഫീസ് അടയ്ക്കണമെന്ന്. പക്ഷേ ഇപ്പോഴും റെഡിയായില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അതിൻ്റെ കാര്യത്തിനായിട്ടാണ് പോയിരിക്കുന്നതെന്ന് തോന്നുന്നു. എവിടെയോ പോയിരിക്കുവാണ്. ഇന്നലെ വരെ ഉണ്ടാകാത്ത കാശ് ഇത്ര എളുപ്പം എങ്ങനെ ഉണ്ടായി സത്യാമ്മേ? അങ്ങനെയാണെങ്കിൽ ശാന്ത തന്നെയായിരിക്കും പൊന്നി ആ കാശെടുത്തത്. രാഘവേട്ടൻ ഉടനെ പറയുക, ഫാമേ, വ്യക്തമായ തെളിവുകളില്ലാതെ ആരുടെ പേരെയും ആരോപണം ഉന്നയിക്കരുത്. അവർ നിരപരാധിയാണെങ്കിലേ അതവരുടെ മനസ്സിനെ വല്ലാതെ ബാധിക്കും. സത്യാമ്മ പറയുക, ശാന്തയുടെ ബാഗ് ഇവിടെ ഇരിപ്പുണ്ടല്ലോ, അതൊന്ന് പരിശോധിക്ക്. ഒരു പക്ഷേ എടുത്തിട്ടുണ്ടെങ്കിലേ എന്തെങ്കിലും ഒരു തെളിവ് അതിൽ കാണാതിരിക്കില്ല. അങ്ങനെ സത്യാമ്മയും പൊന്നിയും കൂടെ ശാന്തയുടെ ബാഗ് എടുത്ത് പരിശോധിക്കുവാണ്. ആ സമയത്ത് ശാന്ത അത് കണ്ടുകൊണ്ട് വരിക. സത്യാമ്മേ, ഇതെന്തിനാ എൻ്റെ ബാഗ് പരിശോധിക്കുന്നത്? ഇത് എന്നോട് വേണമായിരുന്നോ? അത് ശാന്തേ, ഞാൻ പൊന്നിയുടെ ബാഗും പരിശോധിക്കുന്നുണ്ട്. പണം പോയത് ഏത് വഴിക്കൂടാണെന്ന് നമുക്കൊന്ന് നോക്കാമല്ലോ. ശാന്തയ്ക്ക് ഭയങ്കര സങ്കടമായി. ശാന്ത ചോദിക്കുക, അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ എന്നെ കള്ളിയാക്കുവാണോ? അയ്യോ ശാന്തേ, നീ എടുത്തെന്നല്ല ഞാൻ പറഞ്ഞത്, വെറുതെ ഒരു സംശയം. മനസ്സിലായി സത്യാമ്മേ, എല്ലാവരെയും എനിക്ക് മനസ്സിലായി. ചെറുപ്പം മുതലേ പണിയെടുത്താണ് ഞങ്ങൾ ജീവിച്ചിട്ടുള്ളത്. അന്യൻ്റെ മുതൽ ഇതുവരെ ഞങ്ങൾ ആഗ്രഹിച്ചിട്ട് പോലുമില്ല. അങ്ങനെ അന്യൻ്റെ മുതൽ കണ്ട് കൊട്ടാരം പണിയണമെന്നുള്ള മോഹവും ഇല്ല. അന്നന്ന് പണിയെടുത്തിട്ട് കഴിയുക, അതല്ലാതെ വേറൊരു ചിന്തയും ഇല്ല.
അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിലേ എനിക്കിങ്ങനെ അടുക്കളപ്പണിയും ചെയ്ത് നടക്കേണ്ടി വരില്ലായിരുന്നു. എന്നാലും വളരെ മോശമായിപ്പോയി സത്യമേ, എന്നോട് കാണിച്ചത് വളരെ മോശമായിപ്പോയി. നല്ല മനസ്സുള്ളവർക്കാർക്കും നിങ്ങളോടൊപ്പം ജീവിക്കാൻ പറ്റില്ല. കാരണമേ നിങ്ങൾക്കൊക്കെ ദുഷ്ട മനസ്സാ. ഒരാൾക്കും നിങ്ങളോടൊത്ത് ജീവിച്ചു പോകാൻ പറ്റില്ല. വെറുതെ അല്ല എല്ലാം നഷ്ടപ്പെട്ട് ഈ അവസ്ഥയിലായത്. മനസ്സ് നന്നാകണം. പെട്ടെന്ന് ശാന്തയുടെ ബാഗ് ഇങ്ങെടുത്തിട്ട് ശാന്ത പറയുന്നു, ഇനിയും നിങ്ങൾക്ക് എന്നെ സംശയമുണ്ടെങ്കിലേ പോലീസിൽ കേസ് കൊടുക്ക്. അവർ വന്ന് സത്യം തെളിയിക്കട്ടെ. അതുവരെ ദാണ്ട എൻ്റെ 1.5 പവൻ്റെ മാലയാ എന്നും പറഞ്ഞ് ശാന്ത കഴുത്തേ കിടന്ന മാല ഉരി കൊടുക്കുവാണ്. ഇതിവിടെ ഈടായിട്ടിരിക്കട്ടെ. എൻ്റെ താലി ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്, ദാണ്ട് ഇവിടെ വെക്കുവാണ്. പണം കിട്ടുമ്പോഴേ ഇതിങ്ങി തിരിച്ചു തന്നാൽ മതി. കൊലക്കുറ്റവേ അത് ഇതിനേക്കാളും അന്തസ്സുള്ളതാ. കളവ് പക്ഷെ അതിന് വ്യക്തമായ തെളിവുണ്ടെങ്കിലേ പറയാവുള്ളായിരുന്നു. അത് ഏതൊരാളുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന കാര്യമാണ്. ഇനി ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ല എന്നും പറഞ്ഞ് ശാന്ത അവിടുന്ന് പോവുകയാണ്. സത്യാമ്മ തലയിൽ കൈയും വെച്ചുകൊണ്ട് സങ്കടത്തോടെ പറയുക, കാശും പോയി, സഹായത്തിന് വന്ന ആളും പോയി. നാളെ ഇനി ഞാൻ എന്തു ചെയ്യും? നാളെയാണ് ഫുഡ് കോമ്പറ്റീഷൻ. ആകെയുള്ള പിടിവള്ളിയാണ് ദാണ്ടിപ്പോൾ ഇറങ്ങിപ്പോയതും. രാഘവേട്ടൻ വന്നിട്ട് പറയുക, നമുക്കിപ്പോൾ വലിയ കഷ്ടകാലമാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. എല്ലാവരും ദൈവത്തെ പ്രാർത്ഥിയിര്, അല്ലെങ്കിൽ എല്ലാവരും കൂട്ടത്തോടെ മൂക്കും കുത്തി വീഴും. ശാരദാമ്മ ഇരുന്നുകൊണ്ട് പച്ചക്കറിയൊക്കെ അരിയുക. തന്നെത്താനെ ഇരുന്നുകൊണ്ട് പറയുക, ഓ ഈ മത്സരത്തിനൊന്നും ഞാനില്ലെന്ന് പറഞ്ഞതാ, എന്ത് ചെയ്യാന്, എന്നെ പങ്കെടുപ്പിച്ചേ പറ്റൂന്നും പറഞ്ഞിരിക്കുക. നാളെ ആ രാജിയെ കൊണ്ട് ഈ കടയിലെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് നോക്കാൻ പറ്റുമോ? എനിക്കറിയില്ല നാളെ എന്തൊക്കെയാവുമെന്ന്. അപ്പോൾ ശാലിനി അങ്ങോട്ട് വരുവാണ്. എന്താ ശാരദാമ്മേ? എന്തൊക്കെയാ എൻ്റെ ശാരദാമ്മ ഇരുന്ന് പറയുന്നത്? നാളത്തെ മത്സരത്തിൻ്റെ കാര്യം ഓർത്തിട്ടാ. അതിന് IAS പരീക്ഷയൊന്നും അല്ലല്ലോ എൻ്റെ ശാരദാമ്മേ ഇത്രയ്ക്ക് ടെൻഷൻ അടിക്കാൻ. അതായിരുന്നെങ്കിൽ ഇത്രയും ടെൻഷൻ വരത്തില്ലായിരുന്നു. നാളെ ഇനി കടയിലെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് വരുന്ന പോലൊക്കെ അങ്ങ് വരട്ടെ. ആ രാജിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ അങ്ങോട്ട് ചെയ്യട്ടെ. അല്ലാതെ ഇപ്പം ഞാനെന്ത് ചെയ്യാനാ? അതൊക്കെ അവിടെ നിൽക്കട്ടെ ശാരദാമ്മേ. നാളത്തെ അംഗത്തിന് ആരാ തുണ വരുന്നത്? ആർക്കറിയാം? കൂടെ ഉണ്ടായിരുന്ന ആളെ നാടകം കളിച്ചേ സത്യാമ്മയുടെ അടുത്തോട്ട് അയപ്പിച്ചില്ലേ? ഇനിയിപ്പം ഞാനേ ഉള്ളു. എനിക്കാണെങ്കിൽ പഴയതുപോലെ കറിക്കൂട്ടുകളും അതിൻ്റെ കണക്കും ഒന്നും മനസ്സിലോട്ട് നിൽക്കുന്നതുമില്ല. അതുകൊണ്ടിനി പുറത്തുനിന്ന് ആളെ വിളിക്കേണ്ടി വരുമോ? ദാണ്ട ശാലിനി, കളിക്കരുത്. എന്നെ ഇതിനകത്തോട്ട് പിടിച്ചിട്ട ആൾ നീയല്ലേ. അപ്പം നീ തന്നെ എൻ്റെ ഒപ്പം അങ്ങ് വന്നാൽ മതി. കറിക്കൂട്ടുകളൊക്കെ മറന്നു പോയെങ്കിലേ നല്ല വ്യക്തമായിട്ട് തന്നെ ഞാനങ്ങ് പറഞ്ഞു തരാം. എൻ്റെ പൊന്നുമോൾ അങ്ങനെ മുങ്ങാന്ന് വിചാരിക്കണ്ട. ഞാൻ വന്നോളാം, പക്ഷേ അമ്മ എന്നെ ജയിപ്പിച്ച് തന്നേക്കണം. അല്ലെങ്കിലേ കളക്ടർ പങ്കെടുത്ത ടീം പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ നാണക്കേട് എനിക്ക് തന്നെയാണേ. അതൊക്കെ ഇരിക്കട്ടെ മോളെ, അനൂപിൻ്റെ കാര്യത്തിൽ നമുക്ക് എന്ത് തീരുമാനം എടുക്കാൻ പറ്റും? അവൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കാനുള്ള അധികാരം അവൻ്റെ അമ്മയ്ക്ക് തന്നെയാണ്. അമ്മേ, നമുക്കതിൽ യാതൊരു അഭിപ്രായവും പറയാൻ പറ്റില്ല. അമ്മയ്ക്കറിയാവല്ലോ നമ്മളെ എങ്ങനെയൊക്കെ തോൽപ്പിക്കാൻ പറ്റുമോ അതിനുള്ള വഴിയൊക്കെ നോക്കി നടക്കുന്ന ആളാണ് അനൂപിൻ്റെ അമ്മ. അതായത് സാക്ഷാൽ രാജേശ്വരി. ഇനി മകൻ്റെ കല്യാണക്കാര്യം കാണാൻ നമ്മൾ തീരുമാനിച്ചെന്നറിഞ്ഞാലേ അവരിങ്ങ് പറന്നെത്തുക മാത്രമല്ല കുടുംബശ്രീ ശാരദാമ്മയെ മുൾമനയെ നിർത്തുകയും ചെയ്യും. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഈ പരിപാടിക്ക് നമ്മൾ നിൽക്കണോ? ഇടി മോളെ, ആ പെൺകൊച്ചിന് അവനെ വലിയ ഇഷ്ടമാണ്. നല്ല സ്നേഹമുള്ള കൊച്ച, കാണാനും തരക്കേടില്ല. എന്ത് ചെയ്യാനാ, രാജേശ്വരി ഇതൊന്നും സമ്മതിക്കത്തുമില്ല. അതുമാത്രമല്ലമ്മേ, വിഷ്ണുവേട്ടന് ആ പെൺകൊച്ചിൻ്റെ അപ്പനുമായിട്ട് നല്ല സൗഹൃദ ബന്ധമാണ്. അദ്ദേഹമാണ് ഇപ്പോൾ വിഷ്ണുവേട്ടനും കുടുംബത്തിനും സഹായമായിട്ട് നിൽക്കുന്നത്. വിഷ്ണുവേട്ടൻ്റെയും സുബേറിക്കയുടെയും സൗഹൃദ ബന്ധത്തിൽ അനൂപ് നമ്മുടെ ബന്ധമാണെന്നറിയുമ്പോൾ ആ സൗഹൃദത്തിനൊരു വിള്ളൽ വീഴുമോ എന്നൊരു പേടി. എന്ന് വെച്ച് അനൂപിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ മോളെ? അമ്മ പറയുന്നതും ശരിയാ. പക്ഷേ നമ്മൾ എന്തെങ്കിലും എടുത്തുചാടി ചെയ്യണമെങ്കിൽ അച്ഛനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് നമുക്കൊരു ബലമായാന്. കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ട നിങ്ങളുടെ അച്ഛൻ ഇങ്ങനെ എല്ലാ ബാധ്യതകളിൽ നിന്നും ഒഴിഞ്ഞു മാറി അങ്ങ് നടക്കുകയും ചെയ്യും. എന്തായാലും നമ്മളിതിൽ ഇടപെടേണ്ടാമേ. അവരവരുടെ കാര്യം നോക്കട്ടെ. അവർ പ്രായപൂർത്തിയായവരല്ലേ, അവരെ സംരക്ഷിക്കാൻ ഇവിടെ നിയമമുണ്ട്. അവർ വേണമെങ്കിൽ ആ വഴിക്ക് പോട്ടെ. നമുക്കിങ്ങനെ കാഴ്ചക്കാരായിട്ട് മാത്രം നിന്നാൽ മതി. ആ സമയത്ത് വളരെ സങ്കടത്തോടെ ശാരദാമ്മയെന്ന് വിളിച്ചുകൊണ്ട് ശാന്ത അങ്ങോട്ട് കയറി വരുവാണ്. ഞാൻ എത്ര വർഷമായിട്ട് ശാരദാമ്മയുടെ കൂടെ നിൽക്കുന്നു. ശാരദാമ്മയുടെ അനുവാദമില്ലാതെ ഒരു മുട്ടുസൂചിയെങ്കിലും ഞാൻ ഇവിടുന്ന് എടുത്തിട്ടുണ്ടോ? എന്താ ശാന്ത ഇപ്പോൾ ഉണ്ടായത്? ഞാൻ ചോദിച്ചതിനുള്ള മറുപടി ആദ്യം ശാരദാമ്മ പറ. ശാലിനി ചോദിക്കുന്നു, ശാന്തേച്ചി എന്താ ഉണ്ടായതെന്ന് പറ. എൻ്റെ മോളെ, അവിടുന്ന് കുറച്ച് കാശ് കാണാതെ പോയി. അതെത്രയാണെന്ന് പോലും എനിക്കറിയില്ല. ഇപ്പോൾ സത്യാമ്മ പറയുന്നത് ആ കാശ് ഞാനാണ് എടുത്തതെന്ന്. വല്ലവൻ്റെയും കാശെടുത്ത് എൻ്റെ കുടുംബം കഴിയേണ്ട കാര്യം എനിക്കില്ല.
ഞങ്ങളെ അങ്ങനെയല്ല ഞങ്ങളുടെ വീട്ടുകാർ വളർത്തിയതും. അങ്ങനെയായിരുന്നെങ്കിലേ പകലന്തിയോളം ഈ കരിയും പുകയൊക്കെ കൊണ്ട് ഇങ്ങനെ ഞങ്ങൾക്ക് ജീവിക്കേണ്ട കാര്യമുണ്ടോ? എന്തെങ്കിലും തെറ്റിദ്ധാരണയുടെ പുറത്ത് പറഞ്ഞതായിരിക്കും ശാന്തേച്ചി. സത്യാമ്മയല്ലേ ആള്. ആ പൈസ എവിടുന്നെങ്കിലും കിട്ടുമ്പോൾ അതങ്ങ് മാറുകയും ചെയ്യും. അപ്പോൾ ഞാൻ അനുഭവിച്ച നാണക്കേടിനും മാനസിക ബുദ്ധിമുട്ടിനും ആരുത്തരം പറയും? ശാരദാമ്മ പറയുക. എന്നിട്ട് നീ എന്തും പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്? ഞാനിനി അങ്ങോട്ടില്ലെന്ന് പറഞ്ഞിട്ടാണ് ശാരദാമ്മ ഞാനിങ്ങ് പോകുന്നത്. അയ്യോ, അപ്പോൾ സത്യാമ്മ ഒറ്റയ്ക്കാവില്ലേ നാളത്തെ മത്സരത്തിന്? ശാന്ത കൂടി പോന്നാൽ പിന്നെ ആരാ അവിടെ ഉള്ളത്? ഞാനിവിടെ നിന്നോളാം ശാരദാമ്മേ. എന്നെ ഇവിടെ നിർത്തിയാൽ മതി. ഞാനിനി അങ്ങോട്ടില്ല. അവരെന്തെങ്കിലും ചെയ്യട്ടെ, എന്നെ നിർബന്ധിക്കല്ലേ. ഞാനിനി അങ്ങോട്ടില്ല എന്ന് ശാന്ത ഉറപ്പിച്ചവിടെ നിൽക്കുവാണ്. ശാലിനി ശാരദാമ്മയോട് പറയുക, ശാന്തേച്ചിയുടെ ബലത്തിലാണ് സത്യാമ്മ നാളെ മത്സരിക്കാനിരിക്കുന്നത്. ആ ബലമാണ് ഇപ്പോൾ സത്യാമ്മ നഷ്ടപ്പെടുത്തിയതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവർക്കെന്തോ കഷ്ടകാലം നമ്മളെ. അല്ലെങ്കിൽ ഈ അവസാന സമയത്ത് അവരിങ്ങനെയൊക്കെ ചെയ്യുമോ? പിറ്റേന്ന് ഫുഡ് കോമ്പറ്റീഷൻ്റെ സമയമായി. പൊന്നി വീട്ടിലോട്ട് പോകാൻ ഒരുങ്ങുവാണ്. പൊന്നി സത്യാമ്മയോട് ചോദിക്കുന്നത്, അപ്പോൾ ഫുഡ് കോമ്പറ്റീഷൻ്റെ കാര്യം എങ്ങനെയാണ് സത്യാമ്മേ? ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല പൊന്നി. ശാന്തയും പോയില്ലേ, പിന്നെ എന്ത് കണ്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്? സത്യാമ്മയുടെ അഹങ്കാരമൊക്കെ പോയി സങ്കടത്തോടെ സത്യാമ്മ പറയുക, പോയി നാണം കിടന്ന വല്ല കാര്യമുണ്ടോ? രാഘവേട്ടൻ പറയാ പോകണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. നമ്മളിപ്പോൾ കഷ്ടകാല കടലിലാണ് ഫാമേ നിൽക്കുന്നത്. അവിടെ കിടന്ന് കൈകാലിട്ടടിക്കുന്നതല്ലാതെ കരകയറാനാകാതെ പെട്ട് കിടക്കുക നമ്മൾ. ഇങ്ങനെയുള്ള ഈ ഒരു സ്ഥിതിയിൽ മറ്റൊരു പരാജയം കൂടെ നമ്മുടെ തലയിൽ വെക്കണോ? അപ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ നമ്മുടെ പിള്ള അങ്ങോട്ട് വരുന്നുണ്ട്. പൊന്നി ഇങ്ങോട്ടൊന്ന് വന്നേ, ഈ സാധനമൊക്കെ ഒന്ന് പിടിച്ചേ. എനിക്കിതെല്ലാം കൂടെ ഒറ്റയ്ക്കെടുത്തോണ്ട് അങ്ങോട്ട് വരാൻ പറ്റില്ല. പൊന്നി ഇതെന്തോ അന്തം വിട്ട് നിൽക്കുന്നേ? പൊന്നി ഇങ്ങോട്ട് വന്ന് ഇതെല്ലാം ഒന്ന് എടുക്കാനാ പറഞ്ഞത്. ഈ സാധനങ്ങളൊക്കെ ഒറ്റയ്ക്ക് ഇറക്കി എനിക്ക് അങ്ങോട്ട് കൊണ്ടുവരാൻ വയ്യാത്തതുകൊണ്ടല്ലേ ഞാൻ വിളിക്കുന്നത്. കുറേ അധികം സാധനങ്ങളുമായിട്ടാണ് പിള്ള വന്നിരിക്കുന്നത്. 1-2 ആഴ്ചത്തേക്കുള്ള എല്ലാ സാധനവും മേടിച്ചിട്ടുണ്ട്. ആ ട്യൂഷൻ സെൻറ്ററിലേക്കുള്ള ഓർഡറിൻ്റെ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്. സത്യാമ്മയും പൊന്നിയും രാഘവേട്ടനും ഒക്കെ ഇങ്ങനെ പന്തം കണ്ട പെരിച്ചാഴിയെപ്പോലെ പിള്ളയെ നോക്കി നിൽക്കുവാണ്. നാളെ അല്ലയോ സത്യാമ്മയെ മത്സരം, നമുക്ക് ഫസ്റ്റ് അടിക്കണം. സത്യാമ്മ അന്തം വിട്ട് നിൽക്കുവാണ്. പിള്ളയോട് ചോദിക്കുക, അല്ല പിള്ളേ, ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ എവിടുന്നാ പൈസ കിട്ടിയത്? അതിനുള്ള കാശ് രാഘവൻ സാറല്ലയോ തന്നത്, 25,000 രൂപ. ഇന്ന ബാക്കി കാശുകൊണ്ട് എന്നും പറഞ്ഞ് പിള്ള ഇങ്ങനെ പൈസ കൊടുക്കുവാണ്. സത്യാമ്മ ഭൂമി വളർന്ന് താഴോട്ട് പോകുന്ന പോലെ നിൽക്കുവാണ്. എന്തൊക്കെയാണ് രാഘവേട്ടനെ പറഞ്ഞത്, എന്തൊക്കെയാണ് ശാന്തയോട് പറഞ്ഞത്? രാഘവേട്ട, അപ്പോഴാ പൈസ രാഘവേട്ടൻ പിള്ളയ്ക്കാണോ കൊടുത്തത്? അതെന്താ രാഘവേട്ട എന്നോട് പറയാതിരുന്നത്? ഫാമേ, അത് ഞാൻ രാഘവേട്ടൻ ഓർമ്മ കിട്ടുന്നില്ല. അയ്യോ എൻ്റെ രാഘവേട്ട, പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടാകുമായിരുന്നോ? സത്യഭാമയ്ക്ക് ദേഷ്യം വന്നിട്ട് വയ്യ. രാഘവേട്ട, എന്താ ഇതൊക്കെ പറയാതിരുന്നതെന്നാ ചോദിക്കുന്നത്? അയ്യോ ഫാമേ, ഞാൻ പിള്ളയ്ക്കാണോ പൈസ എടുത്തു കൊടുത്തത്? എനിക്കങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. അല്ല സത്യാമ്മയുടെ എന്താ ഉണ്ടായതെന്ന് പറ. എൻ്റെ പിള്ളേ കാശ് കാണാതെ പോയതിൻ്റെ പേരിൽ ഞങ്ങൾ ഇവിടെ എല്ലാം തിരയുമായിരുന്നു. എല്ലായിടവും പരിശോധിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ ശാന്തയുടെ ഭാഗം പരിശോധിച്ച്. അത് ശാന്തയ്ക്ക് ഇഷ്ടമായില്ല. തന്നെ കള്ളിയാക്കിയെന്ന് പറഞ്ഞ് ശാന്ത പിണങ്ങി പോവുകയും ചെയ്ത്. അയ്യോ ശാന്ത പോയോ സത്യാമ്മേ? നമ്മൾ ഈ ഓർഡർ എടുത്ത് വെച്ചിരിക്കുന്നതും നാളത്തെ മത്സരത്തിൽ പങ്കെടുക്കുന്നതും എല്ലാം ശാന്തയെ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു. ശാന്ത പിണങ്ങിപ്പോയ സ്ഥിതിക്ക് നമ്മളിനി എന്ത് ചെയ്യും പിള്ളേ? ശാന്ത ഇല്ലാതെ മത്സരത്തിൽ പങ്കെടുത്തിട്ട് യാതൊരു കാര്യവും ഇല്ല. എന്നാൽ പങ്കെടുത്ത് മത്സരത്തിൽ ജയിച്ച് പണം ഉണ്ടാക്കിയില്ലെങ്കിൽ രാഘവേട്ടൻ്റെ ചികിത്സയ്ക്ക് പൈസ ഉണ്ടാക്കാനും വേറെ മാർഗവുമില്ല. ശാന്തയെ തിരിച്ചു കൊണ്ടുവരാൻ എന്തെങ്കിലും വഴിയുണ്ടോ പിള്ളേ? ഒരേ ഒരു വഴിയേ ഉള്ളൂ. അത് ആ ആൾ വിചാരിച്ചാലേ നടക്കത്തതുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ആ ഒരേ ഒരു വഴി എന്താണെന്നുള്ളത് ശാലിനി ആയിരിക്കാം, അല്ലെങ്കിൽ ശാരദാമ്മയായിരിക്കാം. ഇവരിൽ ആരെങ്കിലും ഒരാൾ ശാന്തയെ മടക്കി ഇങ്ങോട്ട് അയക്കും. അതുമല്ലെങ്കിൽ സത്യാമ്മയുടെ സഹായത്തിന് ശാലിനി വന്ന് നിൽക്കുന്ന റിവ്യൂ ആയിരിക്കും നമുക്ക് നാളെ കാണാൻ പറ്റുന്നത്. ആ റിവ്യൂമായി നാളെ നമുക്ക് കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.